ദൈവം തൻ്റെ മക്കളെ എപ്പോഴും ശ്രദ്ധിക്കുന്നു, എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ്റെ ദൃഷ്ടി നമ്മിൽ നിന്ന് മാറാതെ ഇരിക്കുന്നു എന്നാണ് കർത്താവിൻ്റെ വാഗ്ദത്ത വചനം പറയുന്നത്. ഇന്ന് ഈ ശാലോം സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ മേലുണ്ട്. നിങ്ങൾ കടന്നു പോകുന്ന നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ഏകരായിട്ടാണെങ്കിലും നിങ്ങളുടെ കൂടെ പലരുണ്ടെങ്കിലും നിങ്ങളുടെ കൂടെ ദൈവത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. എന്നെ ആരും അറിയുന്നില്ല, അല്ലെങ്കിൽ എന്നെ അറിയാൻ ആരും ഇല്ല, എന്നെ സഹായിക്കാൻ ആരും ഇല്ലല്ലോ, എൻ്റെ കാര്യങ്ങളിലൊന്നും ഇടപെടാനൊന്നും ഒരു മനുഷ്യനും തയ്യാറാകുന്നില്ലോ എന്ന് നിങ്ങൾ ആകുലപ്പെടണ്ട. നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. ഈ 33-ാമത്തെ സങ്കീർത്തനം 18-19 വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും അവന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. ആ സങ്കീർത്തനത്തിലെ വിഷയം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒത്തിരി സെറ്റപ്പുകളൊന്നും വേണ്ട. ജയത്തിന് വേണ്ടി സൈന്യബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നില്ല, ജയത്തിന് കുതിര വ്യർത്ഥമാണ്, അതിന്റെ ബലാധിക്യം കൊണ്ട് വിടുവിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മാനുഷികമായ സ്വാധീനങ്ങളോ ആരവാരങ്ങളോ ആളുകളോ എല്ലാം ഉണ്ടെങ്കിലും ജയം ഉണ്ടാകണമെന്നില്ല. പക്ഷെ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ അവരുടെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ട്, അവർ ജയിക്കും. അപ്പൊ നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ട്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ദൈവം ഇങ്ങനെ നമ്മുടെ മേൽ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്നു. അവരുടെ പ്രാണനെയും മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ, ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. അപ്പൊ നമ്മുടെ പ്രാണനെ സംരക്ഷിക്കുവാൻ, ക്ഷാമങ്ങളിൽ നാം നശിച്ചു പോകാതിരിക്കുവാൻ, അപ്പൊ നമ്മുടെ ജീവന്റെ മേലും നമ്മുടെ ശരീരത്തിന്റെ മേലും സമാധാനമായും സ്വസ്ഥമായും മുൻപോട്ട് പോകാനുള്ള ദൈവത്തിന്റെ ദൃഷ്ടി ഉണ്ടെന്നാണ് പറഞ്ഞു. എന്റെ ജീവനെ ദൈവം കാത്തോളും, എന്റെ ശരീരത്തെ ദൈവം കാത്തോളും. അതിനുവേണ്ടി ദൈവം തന്റെ ദൃഷ്ടി പതിപ്പിച്ചിട്ടുണ്ട്. ആവർത്തന പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്: നീ പോകുന്ന സ്ഥലം, നീ ചെല്ലുന്ന സ്ഥലം, നീ വാഗ്ദത്തം പ്രാപിക്കാൻ പോകുന്ന സ്ഥലം, ആ ദേശത്ത് നീ പണ്ട് ചെയ്തതുപോലെ ഒത്തിരി കഷ്ടപ്പെട്ട് ജോലിയൊന്നും ചെയ്യുന്നില്ല. ദൈവം നിനക്ക് അനുഗ്രഹിച്ച് ആ സ്ഥലം തന്നിരിക്കുകയാണ്. അത് ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിന്റെ 11 വാക്യങ്ങളാണ്. നീ കൈവശം ആക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളുള്ളതായി ആകാശത്തുനിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്റെ മേലിരിക്കുന്നു. അപ്പൊ ദൈവം നിനക്ക് നൽകിയ വാഗ്ദത്തങ്ങളുടെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ട്. രാമേൻ പറഞ്ഞേ ആമേൻ. അതിനെ ഒരു പിശാചും അവകാശം പറയാൻ ദൈവം സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ പറഞ്ഞത്, നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിന്മേൽ ഇരിക്കത്തില്ല. ആമേൻ. 124-ാം സങ്കീർത്തനത്തിൽ പറയാണ്, 125-ാം സങ്കീർത്തനത്തിൽ പറയാണ്, നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിന്മേൽ ഇരിക്കത്തില്ല. അപ്പൊ ദൈവത്തിന്റെ ദൃഷ്ടി അതിന്മേൽ ഇരിക്കുകയാ. ഹല്ലേലൂയ. അത് നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ സമ്പത്തിൽ, നിങ്ങളുടെ തലമുറയിൽ, നിങ്ങളുടെ യാത്രകളിലൊക്കെ ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ട്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പിശാച് ഇയ്യോബിനെ ദൃഷ്ടി വെച്ചൊരു കാര്യമുണ്ട്. എന്നിട്ട് ദൈവത്തിന്റെ അടുക്കൽ ചെന്നിരിക്കുക, അല്ലെങ്കിൽ ദൈവമായിട്ട് സംസാരിക്കുമ്പോൾ ദൈവമായ യഹോവ പിശാചിനോട് ചോദിക്കുക, സാത്താനോട് ചോദിക്കുക, എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി പതിപ്പിച്ചുവോ? അപ്പൊ ദൈവം കാണുകയാണ് ഇവൻ ദൃഷ്ടി പതിപ്പിക്കുന്നത്. അപ്പൊ ശത്രു പിശാച് നിങ്ങളെ ദൃഷ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം അറിയുന്നുണ്ട്. അത് മന്ത്രവാദമാണെങ്കിലും, അത് നിങ്ങളെ തകർക്കാനുള്ള ഏതെങ്കിലും ക്ഷുദ്രമോ ആഭിചാരമോ ആണെങ്കിലും, നിങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ലെങ്കിൽ പോലും, അതിനെക്കുറിച്ച് നമ്മൾ വിചാരപ്പെടുന്നില്ലെങ്കിലും വിചാരിപ്പെട്ടിട്ട് ആവശ്യമില്ല. കാരണം ദൈവം നോക്കുന്നുണ്ട്, ദൈവം ദൃഷ്ടി വെക്കുന്നുണ്ട്. ദൈവത്തിന് അറിയാം പിശാച് എന്തൊക്കെ നിങ്ങൾക്കെതിരെ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതൊക്കെ ദൈവത്തിന് അറിയാലോ. ഈ ദൈവത്തിന് നമുക്കെതിരെ പിശാച് ഉണ്ടാക്കുന്ന തന്ത്രങ്ങളെ അറിയാവുന്നത് കൊണ്ടാണ് നമുക്ക് സമയമാകുമ്പോൾ അവൻ വചനം തരുന്നത്. ചിലരിതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. അതൊക്കെ അതിന്റെ രീതി അനുസരിച്ച് അങ്ങ് പൊക്കോളും, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയുന്നവരുണ്ട്. അല്ല, ഈ വചനം മുന്നറിയിപ്പ് തരുമ്പോഴും ആലോചന തരുമ്പോഴും നമ്മളത് ഏറ്റെടുക്കണം. കാരണം
എന്തൊക്കെയാ പിശാച് തന്ത്രം ഉണ്ടാക്കുന്ന അറിയത്തില്ല. അപ്പൊ ആ സമയത്ത് ദൈവം നമുക്ക് കുറെ മുന്നറിയിപ്പ് തരുമായിരിക്കും, വചനം തരുമായിരിക്കും. അത് നമ്മൾ ഏറ്റെടുത്ത് അത് വിശ്വസിച്ച് മുന്നോട്ട് പോകണം. അപ്പൊ ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. സാത്താൻ ദൃഷ്ടി പതിപ്പിച്ചാൽ ദൈവം അറിയുന്നുണ്ട്. ദൈവം അറിയാതെ ആരും നമ്മളെ നോക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. ആ ദൃഷ്ടി നമ്മളെ പതിക്കാൻ ദൈവം അനുവദിക്കത്തുമില്ല. ഹല്ലേലൂയ. അത് ഞാൻ പറഞ്ഞ വാക്യം ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യമാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. അപ്പോസ്തലനായ സക്കറിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം നമുക്കറിയാം. ഇസ്രായേലിനെ ദൈവം മടക്കി വരുത്തുന്ന റെസ്റ്റോറേഷൻ നടന്നു കഴിയുമ്പോൾ, ഇസ്രായേൽ ജനം ക്യാപ്റ്റിവിറ്റിയിൽ നിന്ന് മടങ്ങി വന്നു കഴിയുമ്പോൾ ദൈവം പറയാണ്, യെരൂശലേം മതിലുകളില്ലാതെ ജനപ്പെരുപ്പം നിമിത്തം, മൃഗങ്ങളുടെ പെരുപ്പം നിമിത്തം തുറന്നു കിടക്കും. അത്രമാത്രം വിശാലതയും കൊടുക്കും. എന്നിട്ടോ മതിലില്ല, പക്ഷെ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും. 2-ാം അധ്യായം എഴുതിയിട്ടുണ്ട് 4-ാം വാക്യം. ഞാൻ ആ പട്ടണത്തിന് ചുറ്റും തീമതിലായിരിക്കും. 8-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നു. ഹല്ലേലൂയ. ആമേൻ. ആരെങ്കിലും ദൃഷ്ടി വെച്ചാൽ, ആരെങ്കിലും തൊടാൻ നോക്കിയാൽ ദൈവം പറയാണ്, അത് എന്റെ കൺമണിയാണ് ദൃഷ്ടി വെക്കുന്നത്. അപ്പൊ എന്റെ കൺമണിയെ ആരെങ്കിലും ദൃഷ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അവനെ നോക്കിക്കോളും, ദൈവം അവനെ ശ്രദ്ധിച്ചോളും, ദൈവം അവന്റെ കാര്യം നോക്കിക്കോളും. അതെ പ്രിയമുള്ളവര്, നമ്മൾ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ളവരാണ്. ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്, നമ്മുടെ പ്രാണന്റെ മേലുണ്ട്. നിങ്ങളുടെ പ്രാണനെ ഒരു ശത്രുവും തൊടാൻ, ദൃഷ്ടി വെക്കാൻ ദൈവം അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ നന്മകളെ ദൃഷ്ടി വെക്കുവാൻ ആരെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട. ദൈവത്തിന്റെ അടുക്കൽ വന്നാൽ മതി, ദൈവം നിങ്ങളുടെ കാര്യങ്ങളെ നോക്കിക്കോളും. ഹല്ലേലൂയ. 34-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം, യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. ഇത് വലിയ സംരക്ഷണമാണ് അല്ലേ? ചുറ്റും പാളയം ഇറങ്ങി വിടുവിക്കും. പൗലോസിനോട് പറയണം, നീ പേടിക്കണ്ട. പൗലോസ് ഒന്നും അറിഞ്ഞിട്ടല്ല, ഈ കൊരിന്തിൽ വെച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ നിന്ന് പൗലോസിനെ പുറത്താക്കി. പൗലോസിന് തൊട്ടടുത്ത് തന്നെ ഒരു ഭവനത്തിനകത്ത് പ്രാർത്ഥന തുടങ്ങി. അപ്പൊ യഹൂദന്മാരുടെ വലിയ കൂട്ടുകെട്ട് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ദൈവം പൗലോസിനോട് അങ്ങോട്ട് പറയാണ്, രാത്രി ദർശനത്തിൽ, കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അറിയാത്ത കൂട്ടുകെട്ടുകളോ പിശാചിന്റെ കെണികളോ തന്ത്രങ്ങളോ ഉണ്ടെങ്കിലും ദൈവം നമ്മളെ സംരക്ഷിക്കും. ആമേൻ. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ദൃഷ്ടി ഇന്ന് നിങ്ങളുടെ മേലുണ്ട്, നിങ്ങളുടെ കുടുംബത്തിന്റെ മേലുണ്ട്, ദൈവം നിങ്ങൾക്ക് നൽകിയ നന്മകളുടെ മേലുണ്ട്. നിങ്ങൾ നിരാശപ്പെടേണ്ട. ആരും ഇന്ന കാര്യത്തിൽ വിചാരപ്പെടുന്നില്ലല്ലോ, അല്ലെങ്കിൽ എന്റെ വിഷയത്തിൽ ആരും റിസ്ക് എടുക്കാനില്ല, എന്റെ ആ ഒറ്റപ്പെടുന്ന നിലവിൽ ആരും എന്നെ സഹായിക്കാനില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ ഇതെല്ലാം നേരിടേണ്ടി വരുന്നെന്ന് നിങ്ങൾ ആകുലപ്പെടേണ്ട. ദൈവത്തിന്റെ ദൃഷ്ടി നിങ്ങളുടെ മേലുണ്ട്. അത് മതിയല്ലോ. ദൈവത്തിന്റെ ദൃഷ്ടി കൊണ്ട്, കർത്താവിന്റെ കണ്ണുകൊണ്ട് നമ്മളെ നടത്തുകയാണ്, ആ ആലോചനകളാൽ നമ്മളെ നടത്തുകയാണ്. ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുന്നത് ദൈവത്തിന്റെ ദൃഷ്ടി നിങ്ങളുടെ മേലുള്ളത് കൊണ്ട്, ആലോചന കൊണ്ട് ദൈവം വഴി നടത്തുകയാണ്. ഹല്ലേലൂയ. 71-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, നീ എന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും. ആമേൻ. അതെ, നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ട്. പിശാച് ദൃഷ്ടി വെക്കാൻ സമ്മതിക്കില്ല, ശത്രു തൊടാൻ സമ്മതിക്കുകയില്ല. ദൈവം നിങ്ങളെ സൂക്ഷിക്കും, നിങ്ങളുടെ നന്മകളെ സൂക്ഷിക്കും. പ്രിയ കർത്താവേ, ഇന്നത്തെ ദിവസം ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടിയിരിക്കുന്നു. അത് അവരുടെ പ്രാണനെ സംരക്ഷിക്കുവാൻ, അത് അവരുടെ ആരോഗ്യത്തെയും ശരീരത്തെയും സംരക്ഷിക്കുവാൻ ആണെന്ന് തിരിച്ചറിയുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് അവർക്കെതിരെ പോരാടുന്ന, അവരുടെ പ്രാണനോട് പോരാടുന്ന സകല പൈശാചിക വെല്ലുവിളികളും പോരുകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. രോഗശക്തികൾ മാറിപ്പോകട്ടെ. അവരുടെ ശരീരത്തിന് മേലും അവരുടെ ഭൗതിക നന്മകളുടെ മേലുമുള്ള പൈശാചിക ദൃഷ്ടികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവികമായ വിടുതലും സൗഖ്യവും ഉണ്ടാകട്ടെ, നന്മകൾ ഉണ്ടാകട്ടെ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ എല്ലാ അസൂയക്കാരും എല്ലാ ചതിയന്മാരും വഞ്ചകന്മാരുടെ ദൃഷ്ടികളെല്ലാം മാറിപ്പോകട്ടെ. ദൂതന്മാരുടെ കാവലി മക്കൾക്കുണ്ടാകട്ടെ. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് കൂടെയുണ്ട്. കർത്താവിന്റെ കണ്ണുകൾ നമ്മുടെ മേൽ പതിപ്പിച്ച് നമ്മളെ നടത്തുകയാണ്. ജയത്തോടെ മുൻപോട്ട് പോകും. ഈ സന്ദേശം കുറെ പേർക്ക് നിങ്ങൾ പങ്കുവയ്ക്കാം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.